മലപ്പുറം കാട്ടുങ്കലിലെ സ്വർണ്ണ കവർച്ചയിൽ ഒരു വഴിത്തിരിവ്. പരാതിക്കാരനായ ഒരാളുടെ സഹായത്തോടെയാണ് സ്വർണം തട്ടിയത്. സ്വർണവുമായി ബൈക്കിൽ സഞ്ചരിച്ച തിരൂർക്കാട് സ്വദേശി ശിവേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലമ്പൂർ സ്വദേശിയുടെ വീട്ടിൽ നിന്ന് മുഴുവൻ സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട് ഇതിനോടകം. സമീർ ബിൻ കരീം അതെ മലപ്പുറത്തു നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കാട്ടുങ്കലിലെ സ്വർണ്ണ കവർച്ച, അതിന് പിന്നിൽ കൃത്യമായ ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥ പാളിപ്പോയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്താണ് ഈ പരാതിക്കാരൻ എങ്ങനെയാണ് ഈ കേസിൽ ഈ രീതിയിൽ കണക്റ്റഡ് ആവുന്നത്? എന്താണ് ഇതേക്കുറിച്ച് പോലീസ് പറയുന്ന വിവരം? സ്മിത, നിലവിൽ ഇന്നലെ വൈകുന്നേരമാണ് ഈ മലപ്പുറത്തുള്ള കോട്ടപ്പടിയിലുള്ള ഒരു സ്വർണ്ണാഭരണശാലയിൽ നിന്നും 600 ഗ്രാം സ്വർണവുമായി പോവുകയായിരുന്ന ജീവനക്കാരായ ശിവേഷ്, സുകുമാരൻ എന്നിവരെ ബൈക്കിലെത്തിയ 2 പേർ ചേർന്ന് കവർച്ച നടത്തി എന്നുള്ള ഒരു പരാതി മഞ്ചേരി പോലീസിന് ലഭിക്കുന്നു. ഈ ശിവേഷ്, സുകുമാരൻ എന്നിവരായിരുന്നു പരാതി നൽകിയത്. ഇതിൽ 2 പേരുടെ മൊഴിയിൽ ചില പ്രശ്നങ്ങൾ തോന്നിയപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ശിവേഷിന്റെ സഹായത്തോടു കൂടിയാണ് ഈ സ്വർണ്ണ കവർച്ച നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ശിവേഷിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും 600 ഗ്രാം ഈ കാണാതായിരിക്കുന്ന മുഴുവൻ സ്വർണ്ണാഭരണവും കണ്ടെത്തി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസും ചോദ്യം ചെയ്ത് വരികയാണ്. മറ്റൊരാൾ കൂടി ഈ സംഘത്തിലുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ജീവനക്കാരൻ ശിവേഷിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരമൊരു കവർച്ച നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇയാളുടെ തിരക്കഥയാണ് ഇത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ സ്വർണ്ണം അടിക്കാനുള്ള പരിപാടിയായിരുന്നു അത്, ആ രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുമുണ്ട്. അതെ.